എല്ലാവർക്കും നമസ്കാരം. 2026 ജൂൺ 2 സർവേശ്വരകാരകനായ വ്യാഴം മാറുന്നത് വളരെ പ്രത്യേകതകളോടുകൂടിയാണ്. ഈ 2026 വ്യാഴമാറ്റം ചില രാശിക്കാർക്ക് വലിയ ഗുണഫലങ്ങൾ നൽകാൻ പോകുന്ന സമയമാണ് താനും. എന്നാൽ വ്യാഴം ഗുണം തരുന്ന രാശിയിൽ നിന്നാലും ചിലർ പറയാറുണ്ട് പ്രതീക്ഷിച്ച ഫലം ലഭിക്കുന്നില്ല എന്ന്. അതിന് പിന്നിൽ ജ്യോതിഷത്തിൽ പറയുന്ന വ്യാഴഭേദം പോലുള്ള കാരണങ്ങൾ ഉണ്ടാകാം. 2026 വ്യാഴമാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള രാശി ജാതരെ പറ്റിയും ആ ഗുണഫലങ്ങൾ കുറയാൻ കാരണമാകുന്ന വേദങ്ങളെ പറ്റിയും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഗുണം ലഭിക്കാൻ പോകുന്ന രാശിജാതർ നിശ്ചയമായും ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 12 വർഷത്തിലൊരിക്കൽ ഇങ്ങനെ അനുകൂലമായ ഭാവങ്ങളിൽ വരുന്ന വ്യാഴഫലത്തെ ഏത് രീതിയിലാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരവർക്ക് അനുകൂലമായി അനുഭവം യോഗ്യമാക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. ഏവരും അവസാനം വരെയും കാണുവാൻ ശ്രമിക്കുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. അപ്പോൾ വ്യാഴം 2, 5, 7, 9, 11 ഈ ഭാവങ്ങളിൽ വരുമ്പോഴാണ് ഗുണാനുഭവങ്ങൾ അധികം ഉണ്ടാകുക എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നടക്കുന്ന ദശാഫലവും അപഹാരഫലവുമൊക്കെ അനുകൂലമാവുക കൂടിയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു വ്യാഴമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകും എന്നറിയുക. വ്യക്തിക്ക് 12 വർഷത്തിൽ ഒരിക്കലാണ് ഇങ്ങനെയുള്ള ഭാവങ്ങളിൽ വ്യാഴം എത്തുന്നത്. അപ്പോൾ ഈ ഒരു വ്യാഴമാറ്റത്തെ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. ജൂൺ 2, 2026 നടക്കുന്ന വ്യാഴമാറ്റം മിഥുനം, കന്നി, വൃശ്ചികം, മകരം, മീനം രാശിജാതർക്കാണ് പൊതുവെ ഗുണകരമായിട്ടുള്ളത്. ഇങ്ങനെ വ്യാഴം ഗുണകരമായി നിൽക്കുന്ന രാശിജാതർ, രാശിയിലെ നക്ഷത്രജാതർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവർക്ക് ഈ വ്യാഴം അനുകൂലമാകണമെങ്കിൽ ഇതിന് വേഷം കൂടി ഇല്ലാതെ ഇരിക്കണം എന്നുള്ളതാണ്. അതായത് വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് വരുമ്പോൾ അതിൻ്റെ വേദസ്ഥാനങ്ങളിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നത് ഈ ഒരു വ്യാഴത്തിൻ്റെ ഗുണഫലത്തെ കുറയ്ക്കും, അതായത് വേദമുണ്ടാക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു വേദം ഏത് സമയമാണെന്ന് മനസ്സിലാക്കി അതിന് തക്ക പ്രതിവിധികൾ, ദൈവികമായ പ്രതിവിധികൾ നടത്തുക എന്നുള്ളതാണ് ബുദ്ധിമാനായ മനുഷ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രാശിജാതർ ഏതൊക്കെയാണെന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യാഴം അനുകൂലമായ സമയത്തുള്ളവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. വ്യാഴം അനുകൂല ഭാവങ്ങളിൽ വരുമ്പോൾ ഉണ്ടാകാനിടയുള്ള വേദദോഷം എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് ഗുണഫലം നൽകുന്ന ഓരോ രാശിജാതർക്കും ഉണ്ടാകാവുന്ന വേദം എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 3, 4 പാദം നക്ഷത്രജാതർ, തിരുവാതിര, പുണർദം 1, 2, 3 നക്ഷത്രജാതർക്ക് വ്യാഴം 2ലേക്ക് മാറുന്നു. ധനപരമായ പുരോഗതി ഉണ്ടാകും. നല്ല വാക്കുകളാൽ ഏവരെയും സ്വാധീനിക്കാൻ കഴിയും. ആഹാരം സ്വാദിഷ്ടമായി ലഭിക്കും. ജോലിയിൽ ഉയർച്ചയും വിദേശത്തു നിന്നുള്ള ധനലബ്ധിയുമൊക്കെ പ്രതീക്ഷിക്കാം. 2ൽ വ്യാഴം വരുമ്പോൾ പൊതുവേ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഫലങ്ങൾ ലഭിക്കണം. എന്നാൽ ആചാര്യന്മാർ പറയുന്നതനുസരിച്ച് അതിൻ്റെ വേദസ്ഥാനമായ 12ൽ മറ്റ് ഗ്രഹങ്ങൾ അപ്പോൾ പാടില്ല എന്നുണ്ട്. അഥവാ ഏതെങ്കിലും ഗ്രഹങ്ങൾ 12ൽ വരികയാണെങ്കിൽ വ്യാഴത്തിൽ നിന്ന് കിട്ടേണ്ട ഗുണഫലങ്ങൾക്ക് വേദം വരും എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ജൂൺ 2 ഇടവം 19 വ്യാഴം മിഥുനം രാശിക്കാരുടെ ധനസ്ഥാനത്തേക്ക് വരുമ്പോൾ അവിടെ തടസ്സമായിട്ട് 12ൽ ആദിത്യൻ, അതായത് മിഥുനം രാശിക്കാരുടെ 12ൽ ആദിത്യൻ നിൽക്കുന്നു. അത് വ്യാഴത്തിൽ നിന്ന് കിട്ടേണ്ട ഗുണഫലങ്ങൾക്ക് കുറവ് വരുത്തുന്നു എന്നാണ് അറിയേണ്ടത്. അത് ജൂൺ 14 ഈ ആദിത്യൻ മിഥുനത്തിലോട്ട് വരുമ്പോൾ ആ ഒരു തടസ്സം മാറിക്കിട്ടും. അതുവരെയുള്ള ആദിത്യദോഷ പരിഹാരത്തിനായിട്ട് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വേണ്ട പരിപാടികളൊക്കെ നടത്തുകയും ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഇവർക്ക് തടസ്സമായിട്ട് വരുന്നത് മിഥുനം 6, അതായത് ജൂൺ 20 കുജൻ ഇവരുടെ 12ലോട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു 12ൽ കുജൻ നിൽക്കുന്നത് ഇവർക്ക് വ്യാഴത്തിൽ നിന്ന് കിട്ടേണ്ട അനുകൂല ഫലങ്ങൾക്ക് കുറവ് വരുത്തും. അത് ഓഗസ്റ്റ് 2 വരെ ഈ ഒരു കുജൻ ആ രാശിയിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ 2 തടസ്സങ്ങളാണ് ഇവർ മാറ്റിയെടുക്കേണ്ടത്. ആ കുജൻ ദോഷം മാറുന്നതിനായിട്ട് ഇവർ ദേവിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ദേവീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ദേവിക്ക് വേണ്ട വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്യുന്നത് നന്നായിരിക്കും.
മിഥുനം രാശിക്കാർക്ക് കണ്ടക ശനി കൂടിയുണ്ട്. അപ്പോൾ ശനിയുടെ ദോഷങ്ങളും ഇവർ പരിഹരിക്കേണ്ടതുണ്ട്. ശനിദോഷ പരിഹാരങ്ങൾക്ക് വേണ്ട പരിപാടികൾ ശാസ്താക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് ഇവർക്ക് എന്തുകൊണ്ടും നന്നായിരിക്കും. ഇനി ലാഭസ്ഥാനമായ 11 വ്യാഴം വന്നുകൊണ്ട് ഗുണാനുഭവങ്ങൾ കിട്ടേണ്ട കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദം നക്ഷത്രജാതർ, അത്തം, ചിത്തിര 1, 2 പാദം നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ പ്രവൃത്തികളിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. കിട്ടാതെ കിടന്നിരുന്ന ധനം, വസ്തുക്കൾ എന്നിവ തിരികെ ലഭിക്കാനിടവരും. വ്യാഴത്തിൻ്റെ മാറ്റം ഏതാണ്ട് നല്ല ഫലം തന്നെ ലഭ്യമാകുന്ന രാശിയാണ് കന്നി. അപ്പോൾ ഇവർക്ക് 11 വ്യാഴം വരുമ്പോൾ അഷ്ടമമാണ് ഇതിൻ്റെ വേദസ്ഥാനമായിട്ട് ആചാര്യന്മാർ കൽപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് ഭാഗ്യവശാൽ അഷ്ടമത്തിൽ അടുത്തിടെയൊന്നും ചന്ദ്രനല്ലാതെ മറ്റ് ഗ്രഹങ്ങളൊന്നും വരുവാനുള്ള സാധ്യത കാണുന്നില്ല. അതായത് അശ്വതി, ഭരണി, കാർത്തിക ആ ഒരു ദിവസങ്ങളിൽ മാത്രമാണ് ഇവർക്ക് ചന്ദ്രൻ അവിടെ നിന്നുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കുവാനുള്ളൊരു സാഹചര്യമുള്ളത്. ആ ദിവസങ്ങളിൽ ഇവർ വഴിപാടുകളൊക്കെ നടത്തുകയും അതുപോലെ തന്നെ ഇവർക്ക് കണ്ടകശനിയാണ്, ആ ഒരു തടസ്സവും കൂടി ഒഴിവാക്കുകയാണെങ്കിൽ ഇവർക്ക് വ്യാഴത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ഗുണാനുഭവങ്ങളും ഇവർക്ക് കിട്ടുമെന്നറിയുക. അപ്പോൾ ശാസ്താക്ഷേത്ര ദർശനമാണ് ഇവർക്ക് പ്രധാനമായും വേണ്ടത്. പിന്നെ ഇവർക്ക് ദേവീക്ഷേത്രങ്ങളിലൊക്കെ ദർശനമൊക്കെ നടത്തുന്നത് ഇവർക്ക് ചന്ദ്രപ്രീതിക്കും അനുകൂലമായ ആ ദിവസങ്ങളിൽ കൂടി ഇവർക്ക് അനുകൂല ഫലങ്ങൾ തന്നെ കിട്ടുമെന്നറിയുക. ഇനി പറയേണ്ടത് ഭാഗ്യസ്ഥാനത്തേക്ക്, അതായത് 9ലേക്ക് വ്യാഴം വരുമ്പോൾ ഭാഗ്യമുണ്ടാകുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ഇവർക്ക് ഭാഗ്യവർദ്ധന ഉണ്ടാകും എന്നാണ് അറിയേണ്ടത്. സന്താന തടസ്സം നേരിടുന്നവർക്ക് ചികിത്സകളിലൂടെ ഫലപ്രാപ്തി ലഭിക്കാവുന്ന സമയമാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുവാനും വിദ്യാവിജയത്തിനും പ്രവേശന പരീക്ഷകളിലെ വിജയത്തിനുമൊക്കെ സൽഫലം കിട്ടാനിട വരുന്ന ഒരു സമയമാണ് വ്യാഴം ഇങ്ങനെ 9 വരുന്നത്. പക്ഷേ വ്യാഴം 9 വരുമ്പോൾ 10 ഒരു ഗ്രഹങ്ങളും പാടില്ല എന്നുള്ളതാണ്. അതായത് 9 വ്യാഴത്തിന് 10 വേദസ്ഥാനമായിട്ട് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ 10 ഗ്രഹങ്ങൾ പാടില്ലാത്തത്. 10 പറയുമ്പോൾ ഇവിടെ ചിങ്ങം രാശിയാണ്. വൃശ്ചികത്തെ സംബന്ധിച്ചിടത്തോളം 10 ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിലപ്പോൾ ഗ്രഹങ്ങൾ വരികയാണെങ്കിൽ 9 നിൽക്കുന്ന ഈ വ്യാഴത്തിൻ്റെ അനുകൂല ഫലങ്ങൾ രാശിജാതർക്ക് കിട്ടുന്നതിൽ നിന്നും കുറവ് വരുത്തും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചിങ്ങമാസം, ചിങ്ങത്തിൽ ആദിത്യം വരുന്ന ആ ഒരു സമയം ഇവർക്ക് ഈ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾക്ക് ഒരു കുറവ് വരും. അപ്പോൾ അവർ ആദിത്യ പ്രീതികരമായ കർമ്മങ്ങൾ ആ ഒരു മാസം നടത്തിക്കൊള്ളണം. മിഥുനം 20 ചിങ്ങത്തിൽ ശുക്രൻ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശുക്രൻ വരുമ്പോഴും വ്യാഴത്തിന് വേദം സംഭവിക്കും. അതുകൊണ്ട് ശുക്രപ്രീതികരമായ കർമ്മങ്ങൾ, അതായത് ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകളൊക്കെ നടത്തുകയും ഗണപതിയെ ഭജിക്കുകയും ഒക്കെ ചെയ്യുക, ആ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ട്. പിന്നെ ഇവർക്ക് ബുധനാണ് ഈ ഒരു രാശിയിലേക്ക്, ഒരു കർക്കിടകമൊക്കെ ആകുമ്പോഴത്തേക്കും ബുധനാണ് ആ ഒരു ചിങ്ങത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ബുധപ്രീതികരമായ കർമ്മങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ നടത്തുക. പിന്നെ പുറവിന് കുജനും വരുന്നുണ്ട്. അപ്പോൾ കുജൻ്റെ ദോഷം പരിഹരിക്കുവാനായിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലാണ് ഇവർ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും ഗ്രഹങ്ങൾ രാശി വിടുമ്പോൾ തന്നെ പിന്നെ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ കിട്ടിത്തുടങ്ങും. വ്യാഴത്തിൽ നിന്ന് പരിപൂർണമായ ഒരു ശുഭഫലങ്ങൾ ഇവർക്ക് കിട്ടിത്തുടങ്ങും. ആദ്യത്തെ 3-4 മാസം ഇവർ ഈ വക ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക തന്നെ വേണം എന്നാണ് അറിയേണ്ടത്. ഇനി പറയേണ്ടത് വ്യാഴം 7 വന്നുകൊണ്ട് ശുഭഫലങ്ങൾ നൽകേണ്ട മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദം നക്ഷത്രജാതർ, തിരുവോണം, അവിട്ടം 1, 2 പാദം നക്ഷത്രജാതരുടെ കാര്യമാണ്. ഇവർക്ക് വ്യാഴം 7 വന്നുകൊണ്ട് നല്ല സുഹൃത്ത് ബന്ധം, അപ്രതീക്ഷിതമായ പ്രണയബന്ധം, നല്ല ഭാര്യാഭർത്തൃബന്ധം എന്നിവ പ്രതീക്ഷിക്കാം. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അകന്ന് താമസിക്കുകയാണെങ്കിൽ ഒന്നിക്കാനിടവരും. കച്ചവടങ്ങൾ, കൂട്ടായ പ്രവൃത്തികൾ എന്നിവ തുടങ്ങാൻ ഉത്തമമായ സമയമാണ്. ഇങ്ങനെയുള്ള ഇവർക്ക് വ്യാഴം 7 വരുമ്പോൾ 3 ഗ്രഹങ്ങൾ പാടില്ലാത്തത്. ഭാഗ്യദോഷമെന്ന് പറയട്ടെ, ഇവർക്ക് ശനി ഈ ഒരു വർഷകാലം മുഴുവൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് വിഷമകരമായ വസ്തുത. അപ്പോൾ ഇവർ നിർബന്ധമായിട്ടും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയോ ഹനുമാൻ സ്വാമിയെ ദർശിക്കുകയോ ഒക്കെ ചെയ്ത് ശനിയാഴ്ച ദിവസങ്ങളിൽ
വേണ്ട പരിഹാരങ്ങളൊക്കെ നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതായത് ശനി ഇവർക്ക് അനുകൂലമായി 3-ൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ 3-ൽ നിൽക്കുന്ന ഈ ശനിയുടെ സ്ഥിതി ഇവർക്ക് 7-ൽ നിന്നുകൊണ്ട് വ്യാഴത്തിൽ നിന്ന് കിട്ടേണ്ട ഗുണഫലങ്ങൾക്ക് ഒരു കുറവ് വരുത്തുന്നു. കാരണം 7-ലെ വ്യാഴത്തിന് 3 വേദസ്ഥാനം. 3-ൽ ഗ്രഹങ്ങൾ പാടില്ലാത്തതാകുന്നു. എന്നാൽ ഇവിടെ ശനി അവിടെ ആ ഒരു വർഷകാലം മുഴുവൻ നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവർ ശനിയാഴ്ച ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും വ്രതമെടുക്കുകയും ശാസ്താവിനെ ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. മാസത്തിലൊരു ശനിയാഴ്ചയെങ്കിലും ശാസ്താവിനെ എള്ളു പായസമൊക്കെ നടത്തി ശനിമാൻ ക്ഷേത്രങ്ങളിൽ വെറ്റമാലയൊക്കെ സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി വ്യാഴം 5-ൽ വന്നുകൊണ്ട് ഭാഗ്യം വർദ്ധിക്കാനിടയുള്ള മീനക്കുറിപ്പെട്ട പൂരിട്ടാതി 4, ഉത്രട്ടാതി, രേവതി നക്ഷത്രജാതരുടെ ഫലമാണ് പറയേണ്ടത്. ഇവർക്ക് വ്യാഴം 5-ൽ വന്നുകൊണ്ട് ഭാഗ്യലബ്ധിക്ക് സാധ്യതയുണ്ട്. സന്താനങ്ങളില്ലാത്തവർക്ക് അത് ലഭിക്കാനുള്ള സമയമാണ്. ഇങ്ങനെയൊക്കെയുള്ള ആ വ്യാഴം അനുകൂലമായി ഇതിൽ വരുമ്പോൾ വേദസ്ഥാനമായ 4-ലാണ് ഇവർക്ക് ഗ്രഹങ്ങൾ പാടില്ലാത്തത്. 4 പറയുമ്പോൾ മിഥുനം രാശിയിലാണ് ഇവർക്ക് ഗ്രഹങ്ങൾ പാടില്ലാത്തത്. അപ്പോൾ മിഥുനത്തിൽ ആദിത്യം വരുമ്പോൾ ആ ഒരു ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഇവർ ആദിത്യൻ മൂലമുണ്ടാകുന്ന വേദത്തിന് പരിഹാരം കാണേണ്ടതാണ്. ബുധൻ കർക്കിടകം 20 വരെയും മിഥുനത്തിലുണ്ട്. അതുകൊണ്ട് കർക്കിടകം 20 വരെയുള്ള ഒരു സമയം, അതായത് ഓഗസ്റ്റ് 5 വരെയും ഇവർക്ക് ബുധനെ കൊണ്ടുള്ള വേദമാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ഇവർ ഭജിക്കേണ്ടത്. പിന്നെ വരുന്നത് കുജനാണ്. കുജൻ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ജൂലൈ 2 മുതലുള്ള സമയവും ഇവർക്ക് കുജനെ കൊണ്ടുള്ള വേദം വ്യാഴത്തിന് വരുന്നു. അപ്പോൾ ദേവീക്ഷേത്രങ്ങളിൽ തന്നെ ഇവർ ദർശനം നടത്തി വേണ്ട വഴിപാടുകളൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. പിന്നെ ഇവർക്ക് മീനക്കൂറുകാർക്ക് ജന്മത്തിൽ ശനിയാണ്. അതുകൊണ്ട് ശനിദോഷ പരിഹാരങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിനുശേഷമുള്ള കാലം ഇവർക്ക് വ്യാഴത്തിൻ്റെ ഗുണാനുഭവങ്ങൾ നന്നായി തന്നെ പ്രതീക്ഷിക്കാം എന്നറിയുക. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഏകദേശം 12 വർഷത്തിലൊരിക്കൽ മാത്രം ലഭിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥാനം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കൂ. വേദദോഷങ്ങളും അവരവരുടെ ജാതകത്തിലെ അപഹാര കാലങ്ങളുമൊക്കെ മനസ്സിലാക്കി ശരിയായ പരിഹാരങ്ങൾ ചെയ്താൽ ഗുരുവിൻ്റെ അനുഗ്രഹം കൂടുതൽ ഫലപ്രദമായിട്ട് അനുഭവിക്കാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി.